സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാ വണ്ടിയിൽ നിന്നും. ഇന്ന് ആലപ്പുഴ ചെങ്ങന്നൂരാണുള്ളത്. അവിടെ കുടുംബശ്രീയുടെ ദേശീയ സരസ്മേള നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പ്രവേശന കവാടം കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ വലിയ സ്റ്റാളുകളാണ് നമ്മളെ വരവേൽക്കുന്നത്. വലിയ സ്റ്റേജുകളുണ്ട്. അതിനുള്ളിലാണ് ഈ വിപണന കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. വീണ്ടും അകത്തേക്ക് മറ്റൊരു കവാടം കടന്നെത്തുമ്പോൾ ഇവിടെ കലാപരിപാടികൾ നടക്കുന്ന ഒരു സ്റ്റേജാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ചെങ്ങന്നൂർ സബ് ഇൻസ്പെക്ടർ സാലി ബഷീർ നയിക്കുന്ന ഗാനമേള നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ മറ്റ് കാഴ്ചകൾ കാണാൻ പോയി. ഇവിടെ വേണ്ട നോക്കൂ, വാട്ടർ ഫൗണ്ടെയിനും അതുപോലെ ഐ ലവ് ചെങ്ങന്നൂർ എന്നൊക്കെ എഴുതി വെച്ച് ഒരു ഫോട്ടോ പോയിൻ്റ് ആക്കിയിരിക്കുകയാണ്. ഇതുവഴിയാണ് നമ്മൾ ഈ സ്റ്റാളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് മീഡിയ റൂം കാണാം. വിശാലമായ ഒരു മീഡിയ റൂം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായി തന്നെ ഒരു മെഡിക്കൽ ടീമും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ ടീമിൻ്റെ കൗണ്ടറാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തൊട്ടടുത്ത് വാളണ്ടിയർ ടീമുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ നിരവധി സ്റ്റാളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ ഈ സരസ്മേള കാണാൻ ചെങ്ങന്നൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നിരവധി സ്റ്റാളുകളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കുടുംബശ്രീയുടെയും മറ്റ് ഗ്രാമീണ ഉൽപ്പാദകരും പങ്കെടുക്കുന്ന 250-ൽ പരം സ്റ്റാളുകളും അതുപോലെ ഈ ദേശീയ സരസ്മേളയുടെ സംഘാടക സമിതി നടത്തുന്ന 100 സ്റ്റാളുകളും ഉൾപ്പെടെ 350-ൽ പരം സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് കടക്കാം. വ്യത്യസ്തമായ നിരവധി സ്റ്റാളുകളുണ്ട്. അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മന്ത്രി സജി ചെറിയാൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ സംഘാടക സമിതിയുടെ മികവ് കൊണ്ട് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് ഈ പരിപാടി. അപ്പോൾ ജനുവരി 31-ന് ഈ പ്രോഗ്രാം അവസാനിക്കും. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും വന്ന് ഈ സരസ്മേള, ദേശീയ സരസ്മേള ഒന്ന് കണ്ടിരിക്കുക. കുടുംബശ്രീയുടെ വിവിധ യൂണിറ്റുകളാണ് ഇവിടെ ഈ മേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്ന് നിങ്ങളൊന്ന് കണ്ട് പോവുക. നിരവധി വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാനും കഴിയും. വയനാട്ടിലെ സ്വരലയ കുടുംബശ്രീയുടെ ഒരു സ്റ്റാളാണ് ഇത്. ഉപ്പേരിയും അതുപോലെ തേനും അച്ചാറുകളുമൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി കുടുംബശ്രീയുടെ യൂണിറ്റുകൾ ഇവിടെയുണ്ട്. ഇത് ബ്രഹ്മ മുളയുൽപ്പന്ന നിർമ്മാണ യൂണിറ്റിൻ്റെ ഒരു സ്റ്റാളാണ്. മുള കൊണ്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചട്ടുകമുണ്ട്, അതുപോലെ പെൻ, മൊബൈൽ സ്റ്റാൻഡുകൾ, ടേബിൾ സ്റ്റാൻഡുകൾ, നമ്മുടെ ഓഫീസിലെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ തക്കിയ സ്റ്റാൻഡുകൾ, ഫ്ലവർ ബേസുകൾ എല്ലാം അവിടെയുണ്ട്. ഇവിടെ വ്യത്യസ്തമായ മറ്റൊരു ഷോപ്പ് കണ്ടു. നമ്മുടെ കേരള ചിക്കൻ്റെ ഒരു ഷോപ്പാണ്. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഇത് ആലപ്പുഴയിലെ ആറാട്ടുവഴി കൃഷിക്കൂട്ടത്തിൻ്റെ ചക്ക ലോകമാണ്. ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ചക്ക ഹൽവ, ചക്ക ഉപ്പേരി, ചക്ക ലഡു, അങ്ങനെ നിരവധി ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ സ്റ്റാളിൽ വിൽക്കപ്പെടുന്നത്. ഇവിടെ കറ്റാർ വാഴ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സോപ്പാണ് ഇവിടെ കാണുന്നത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ സോപ്പാണ്. ഇത് മലപ്പുറം എടക്കരയിൽ നിന്നുള്ള ഒരു കുടുംബശ്രീയുടെ യൂണിറ്റാണ്. ഇവർ ഇതുപോലെ കോഴിക്കോടും കോഴികളും അതുപോലെ പശുവും തൊഴുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഒരു സ്റ്റാള് ഇപ്പോൾ ഇവിടെ ഈ മേളയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഭരണിയിൽ അച്ചാർ. ഇവിടുത്തെ എല്ലാ അച്ചാറുകളും ഭരണിയിലാണ് വിൽക്കപ്പെടുന്നത്. പലതരം അച്ചാറുകളുണ്ട്. ചെമ്മീൻ അച്ചാർ, മീൻ അച്ചാർ,
മാങ്ങാച്ചാറ്, ഈത്തപ്പഴം, വെളുത്തുള്ളി, നാരങ്ങ. അപ്പോൾ അമ്മയുടെ കൈപ്പുണ്യമുള്ള അച്ചാറാണിത്. ചൂടും തണുപ്പും നൽകി വേദനയകറ്റാം. അവരുടെ ക്യാപ്ഷൻ അതാണ്. അവരുടെ ഉൽപ്പന്നമാണ് ഹോട്ട് വാട്ടർ ബാഗാണ്. അതുപോലെ കോൾഡ് വാട്ടർ ഉപയോഗിച്ച് വേദനയകറ്റാം. അവരുടെ ഉൽപ്പന്നം ഒന്ന് കണ്ടു നോക്കാം. നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളത് 1 മണിക്കൂറോളം ചൂട് നിൽക്കും. എന്താണ് ഇതിൻ്റെ വില? എന്താണ്? 200. കഴിഞ്ഞിട്ട് കഴുകാവുകയാണെങ്കിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ക്ലോത്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ക്ലോത്താണ്, കുറഞ്ഞ ക്ലോത്തിങ്. ചൂടുണ്ടോ? ആവിയോ കിഴിയോ ആവിയോ ചൂടോ കിഴിയോ ഒന്നും കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം നമുക്ക് വാങ്ങിക്കാം. നിറച്ചൊഴിക്കരുത് കേട്ടോ. ഈ മാവട്ടത്തിന് താഴെ നിൽക്കാവുള്ളേ. എന്നുവെച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ തുണി പോകരുത്. നമുക്ക് ചൂട് ഇതിൻ്റെ യൂസ് എന്താ? ഇത് നമുക്ക് കാൽസ്യം കൂടുതലാണ്. ഇപ്പം നമുക്ക് പിന്നെ എല്ലിനും പല്ലിനും നടുവേനയും കാലുവേദനയും എങ്ങനെ കഴിക്കും? ഇത് നമുക്ക് പൊടിച്ചിട്ട് കഴിക്കാം. അതിൻ്റെ കുറുക്കൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ചതും ഉണ്ടത്. ഇത് എയർ ഫ്രൈ ചെയ്തതാ? എയർ ഫ്രൈയർ. ഇതോ? ഇത് മുതിര മുളപ്പിച്ചത്. എല്ലാ ഐറ്റംസും മുളപ്പിച്ചതാണ്. മുളപ്പിച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. ഈ സാധനങ്ങൾ മുളയ്ക്കുമ്പോൾ നമുക്കൊരു വിഷാംശം നഷ്ടമാകും. മുളയ്ക്കാതെ കഴിക്കുമ്പോഴേ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്ന പയറും കടലയും ഒക്കെ കഴിക്കുക. പക്ഷെ അത് മുളച്ച് കഴിയുമ്പോൾ ആ വിഷാംശം നഷ്ടപ്പെടും, അസിഡിറ്റി കുറയും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും 8 മണിക്കൂർ മുളയ്ക്കണമെന്ന് പറയുന്നത്. ഇത് റാഗിയാണ്. റാഗി മുളപ്പിച്ചത്, മുതിര മുളപ്പിച്ചത്, ചെറുപയർ മുളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയാനല്ല, കടല മുളച്ച് വരുന്നു. അപ്പോൾ എന്ത് സാധനവും, അതായത് പൾസസ്, മില്ലറ്റ്സ്, പൾസസ് തുടങ്ങിയ സാധനങ്ങൾ, പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒക്കെ മുളപ്പിച്ചിട്ട് അത് എയർ ഡ്രൈ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് അഭിപ്രായം. നല്ലതാണ്. നിങ്ങൾ അവിടെ നിന്നാണ്? നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ഹെൽത്തി പ്രോഡക്റ്റാണ്. ഒരു മനുഷ്യന് എൻ്റെ മുന്നിൽ വരുന്ന കസ്റ്റമറിന് ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് പ്രോഡക്റ്റ് നാളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഏത് യൂണിറ്റാണ്? നിങ്ങൾ ഏത് യൂണിറ്റാണ്? ഞങ്ങളുടെ തൃപ്പകയാ. ആലപ്പുഴ ജില്ല. ഇത് നമ്മുടെ ഓർഗാനിക് ശർക്കര കായംകുളത്തിന് പഠിച്ചാണ്. എന്തായാലും ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം കരിമ്പ് കൃഷി ധാരാളം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. തിരുവല്ല ഭാഗത്തും ആലപ്പുഴയുടെ ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം കൃഷി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അവിടെ ഇല്ല. പഞ്ചസാര, ഷുഗർ ഫാക്ടറി ഒന്നും ഇല്ലാത്ത ഓർഗാനിക്കാണ്. ഇത് ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത്. ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചു നോക്കാം. മില്ലുണ്ടായിരുന്നല്ലോ അവിടെ. മില്ലുണ്ടായിരുന്നു, പഞ്ചസാര മില്ലുണ്ടായിരുന്നു. ചുമന്ന ബ്രൗൺ കളറിലുണ്ട്. എണ്ണ 70ഓളം ടൈപ്പുണ്ട് തിലകെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഓണാട്ടുകാര എണ്ണ കായംകുളം വണ്ണെന്നുള്ള എണ്ണ ഏറ്റവും മെഡിസിൻ വാല്യൂ ഉള്ളത്. ആ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൗണ്ടസ് പൊടിക്ക്, നമ്മുടെ മിക്സിന്, ഇതിനെല്ലാത്തിനും നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കും. ഇത് കൂടാതെ നമുക്കൊരു ഓർഗാനിക് അരിയുണ്ട്. ഇത് നമ്മുടെ ഒരു കർഷകൻ വെച്ചൂർ പശുവിൻ്റെ ചാണകം കോമ്പൗണ്ടത്തിൽ കൃഷി ചെയ്യുന്ന അരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് റാഗി മിക്സായിട്ട് ഈ കാലുവേദനയ്ക്കുള്ള നമ്മുടെ കരുന്നച്ചി മിക്സിൻ്റെ കൂടെയൊക്കെ ഈ റാഗി മിക്സും ഈ അരിയും കൂടെ ചേർത്ത് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ദോശ മിക്സും റാഗി മുളപ്പിച്ചതിൻ്റെ കൂടെ ദോശ മിക്സും അത് കറുത്ത് ഉഴുന്നാണ് ചേർക്കുന്നത്. അവിടെ തൊലി കളയും.
ഇതിൻ്റെ പ്രൊഡക്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റ് നമ്മൾ കമ്പെന്നുള്ള ഒരു മില്ലറ്റൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ കരിനച്ചി എന്ന് പറഞ്ഞൊരു വേദന സംഭാരിയാണ്. അത് നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റായിട്ട് അത് ഔഷധമുള്ളതാണ്. അത് ഓർഗാനിക് ആണെങ്കിൽ എടുക്കാൻ പറ്റുന്നത്. ഇത് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു സ്റ്റാളാണ്. അവരുടെ കലാസൃഷ്ടികളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. തേക്ക്, തെങ്ങ്, പന, ഇത് പ്ലാന്തടിയാണ്. പ്ലാവിൻ്റെ തടി കൊണ്ടുള്ള ചട്ടുകം. അതൊക്കെ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. ഞങ്ങളവിടെ പത്തിയൂരോ എന്താ പേരെന്തായിരുന്നു? രാജേഷ്. പേരെന്തായിരുന്നു? ശ്രീകുമാർ. പിന്നെ നിലവിളക്ക്, അതുപോലെ മൊബൈൽ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ചിരട്ട കൊണ്ടുള്ള ആമ, ഗണപതി, സ്ലൈഡ് ചേട്ടാനുള്ള ഇതിൽ കനമുള്ള ചിരട്ട വന്നിട്ടുണ്ട്. 2 ചിരട്ടയാണ്. കല്ലൂരാതി ചൂർണം. എന്തിനുപയോഗിക്കുന്നതാണ്? ഇത് മൂത്രക്കല്ല്. ഇത് വെള്ളത്തിൽ ഇത് തിളപ്പിച്ച് നമ്മൾ സാധാരണ ദാഹശമിനി പോലെ കുടിക്കുന്നതാണ്. മുട്ടുവേദനയ്ക്ക് എന്താ ഉള്ളത്? ഇത് എത്ര പൈസയാണ്? 120. എത്ര ദിവസത്തേക്ക് കാണും? 3 ആഴ്ച. നിരവധി കരകൗശല വസ്തുക്കളാണ് ഈ മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിവിധ വലിപ്പത്തിലുള്ള നെറ്റിപ്പട്ടങ്ങളാണ് ഈ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലമേൽ പഞ്ചായത്തിൽ നിന്നുള്ള കുടുംബശ്രീയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ യൂണിറ്റി കായം ആണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ കായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു? ഞങ്ങളുടെ കായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ മധുരയിൽ സാധനം വരുത്തി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കായമാണ്. യാതൊരുവിധമായ മായവും ഇല്ല. നല്ല ശുദ്ധമായ കായമാണ്. ഇത് നമുക്ക് കൈയും കൊണ്ട് പിച്ചിയെടുക്കാൻ പറ്റുന്ന കായമാണ്. എന്താണ് ഇതിൻ്റെ വില? എങ്ങനെയാണ് വില? 100 ഗ്രാമിന് 110 രൂപ, 50 ഗ്രാമിന് 55 രൂപ. അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നു. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന കായത്തേക്കാൾ വില കുറവാണ് മനസ്സിലാക്കുക. ആദ്യം ഇത് എത്ര വേണം? 100 ഗ്രാമിൻ്റെ ഈ കായത്തിന് 110 രൂപയാണ്. ഇത് പൊടി അല്ലേ? പൊടിയല്ലേ അത്? 100 ഗ്രാമിൻ്റെ കായപ്പൊടി മാർക്കറ്റിലുള്ള വലിയ കമ്പനികളുടെയൊക്കെ, ഇപ്പം പേരെടുത്ത് പറയുന്നില്ല, വലിയ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നതിനേക്കാൾ വില കുറവാണ്. രുചിയും മണവും കൂടും, ഗുണവും കൂടും. നമ്മുടെ നാട്ടിലായതുകൊണ്ട് പറഞ്ഞതല്ല, അങ്ങനെയാണ്. ഉപയോഗിച്ചിട്ട് പറയുക അല്ലേ? ഉപയോഗിച്ചിട്ട് പറയുക, വാങ്ങി ഉപയോഗിക്കുക. വേറെ പറയുന്നില്ല. ഇത് സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പോയി സ്റ്റാളാണ് കാണുന്നത്. എല്ലാവിധ വിത്തുകളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ KP ശുഭകേശൻ്റെ കഞ്ഞിക്കുഴി പയറിൻ്റെ ഉൾപ്പെടെയുള്ള വിത്തുകൾ ഇവിടെ ലഭ്യമാണ്.
തേങ്ങ തരിക. ഇടിയപ്പം പീച്ച, ഈ ഇറച്ചി അരിക. അങ്ങനെ ഇതൊരു മൾട്ടി പർപ്പസ് വെറൈറ്റിയാണ്. ഇത് ഇത്ര ഹൈറ്റുള്ള സാധനം, നല്ല ഹൈറ്റുണ്ട്. ഹൈറ്റുണ്ട്. നമ്മുടെ മരവയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന മരവാണ്. പണ്ട് മുളകുടയ്ക്കാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതൊക്കെ നമ്മളെല്ലാം വെച്ചിട്ട് തിരിച്ചു വെച്ചാൽ ഉർവശി പറയുന്ന പോലെ ലഭിച്ചെടുക്കാം. അത് അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ രൂപങ്ങൾ ഇങ്ങനെ ഭിത്തിയിലിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാലേ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഇരിക്കും. എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം. എല്ലാവർക്കും വണ്ടി ഓടിച്ച് പഠിക്കാം. ജയ ഹാൻഡ്ലൂം ആൻഡ് റെഡിമെയ്ഡ്സ്. നിങ്ങൾ തന്നെ ചെയ്യുന്ന എവിടെ സ്ഥലം? സ്ഥലം പാലക്കാട് ജില്ല, ഏത് കളർ ചെറ്റൂര്. നല്ല സാരീസ് അല്ലേ? സാരീസ് ഇതെല്ലാം യൂണിക് പ്രോഡക്റ്റ് ആണ്. ഇത് ഓരോന്നും ഓരോ ഡിസൈനാണ്. പ്ലെയിനായിട്ട് നെയ്തിട്ട് അതിൽ പ്രിന്റിങ് കൊടുക്കുന്നതല്ല. എങ്ങനെ ഡിസൈൻ കോഡ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുത്താൽ നമ്മൾ പ്രിന്റിങ്ങിന് കൊടുത്തിട്ട് പ്രിന്റിങ്ങിന് അങ്ങനെയാണ് റൊട്ടേഷൻ ആണ്. മറ്റൊരു വ്യത്യസ്തമായ സ്റ്റാളാണിത്. ഇവിടെ ടെൻഡർ കോക്കനട്ട് ചിപ്സ് ആണ് വിൽക്കുന്നത്. വിവിധ ഫ്ലേവറുകളിലുള്ള ടെൻഡർ കോക്കനട്ട് ചിപ്സ്. പെപ്പറോ? കരിക്ക് ഉണക്കി പൊടിച്ചത്. ഒന്ന് പറയാമോ? നിങ്ങളെ ഇത് പ്രത്യേകത ഒന്ന് പറഞ്ഞേക്കോ? തേങ്ങ വാങ്ങിയിട്ട് പച്ചത്തേക്കാണ് 8 മാസം വരെ പ്രായമുള്ള തേങ്ങ. അത് വാങ്ങി വെച്ച് ഡീസൽ ചെയ്യും നമ്മൾ. ഡീസൽ മിഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റർ റിമൂവ് ചെയ്യും. അപ്പുറത്തെ വശത്തുള്ള ബ്രൗൺ കളർ ബ്രൗൺ അല്ല വൈറ്റ് അത് റിമൂവ് ചെയ്തിട്ട് സ്ലൈസർ മിഷൻ ഉണ്ട്. അതിൽ സ്ലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ലൈനി പിന്നെ ഷുഗർ ലൈനി പ്ലസ് കുറച്ച് ഉപ്പ്, പിന്നെ അതിൻ്റെ ഏത് ഫ്ലേവറാണ് നമ്മൾ ചേർക്കുന്നത്, വാനിലയാണ് വാനില ഏതാണ് ഫ്ലേവർ അത് വിട്ട് ലൈനിൽ 1 മണിക്കൂർ വെക്കും. അത് കഴിഞ്ഞ് നമ്മളത് ഒരു 10-12 മണിക്കൂർ ഡീഹൈഡ്രേഷൻ മെഷീനിൽ പിന്നെ ബാക്കി എവിടെ? സ്ഥലം എവിടെ? കാസർഗോഡ്. സ്പൈസി പെപ്പറും പോയിട്ട് നടത്തി. ചെയ്യുന്നത് ഉണക്കുന്ന മാത്രം, ബാക്കിയെല്ലാം നമ്മൾ ഓ, ഇത് അതിൻ്റെ സ്ക്വാഷ് ഇത് കോക്കനട്ടിൻ്റെ സ്ക്വാഷ് സെയിം തന്നെ. അതല്ല, പക്ഷേ ഇത് സാധാരണ ഷുഗർ ഉണ്ടാക്കുന്നത്. ഇത് മറ്റേ ഓർഗാനിക് ഷുഗർ, അതായത് നാച്ചുറൽ ഷുഗർ ഉണ്ടാക്കുന്നത്. ഇത് നാച്ചുറൽ ഷുഗറും ഇത് സാധാരണ നമ്മൾ ജ്യൂസ് ഉണ്ട്. നോയ്സ് ഓഫ് സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡുണ്ട്. അവിടെ ഇതിൻ്റെ ജ്യൂസ് കൊടുക്കുന്നത്. ഇവരുടെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആയിരക്കണക്കിന് ആളുകളാണ് ഈ മേള കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരച്ചിട്ടിങ്ങനെ അതിനകത്തിങ്ങനെ ഒട്ടിച്ചിട്ട് പടം ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ചിപ്സാണ്. മുളയുടെ ചിപ്സ്. എല്ലാം മുള കൊണ്ടുള്ള ചൂലാണോ? മുളയുടെ ചൂല. പിന്നെ ഈന്തപ്പഴം ഇല്ല, ഈന്തപ്പഴം അല്ല, ഈന്ത ഈന്ത ആ ഈന്ത ഇല്ലേ?
അതിന്റെ ഓലയാണ്. അത് ചീപ്പ് പോലൊരു സാധനം ഉണ്ട്, അത് ഇതിലോട്ട് പറയാം. വീഡിയോ പിടിക്കുന്നതാണോ? ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പാലയിലുള്ളൊരു ചേട്ടന്. ഇത് മാത്രം ഉണ്ടാക്കി കൊടുക്കും. ആ, ഇത് മാത്രം ഓ പാലയില ഉണ്ടാക്കി കൊടുത്ത് 2 ലോഡ് കൊടുത്ത് ഞങ്ങൾ ഉണ്ടാക്കി. അത് കഴിയുമ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചൂല്. പക്ഷേ ഇത് നല്ല ചിലവുണ്ട്. ആഘോഷത്തിന് ഈ ചൂലുണ്ടോ ഇത്? ഇത് ചിപ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പിടിയാ. ആ ഇത് നമ്മുടെ ഓടയുടെ പിടിയാണ്. ഓട കണ്ടില്ലേ? ഇത് അടിപൊളി. ഇത് ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ പരിസരത്ത് ഇപ്പോൾ ഒരു ചൂലൊക്കെ ഉണ്ടായിട്ട് ചൂല് വേസ്റ്റായി കഴിയുമ്പോഴത്തേക്കും ചൂല് ഇതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ തേച്ച് ഒരു ദോഷമില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇത്രയും നീളത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റാണ്. പക്ഷേ ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഓടയായതുകൊണ്ട് ഇത് നാച്ചുറലായിട്ടൊരു സാധനം ആയതുകൊണ്ടും പ്രകൃതിക്ക് ഒരു ദോഷമില്ല. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പിൽ ഊത്തുന്ന കുഴലാക്കാം, ഇല്ലെങ്കിൽ അടുപ്പിലോട്ട് വെക്കാം, എന്തും ചെയ്യാം. അതങ്ങനെ ഒരു പരിപാടിയാണ്. കൊള്ളാം പരിപാടി, അടിപൊളി. ഇത് വളരെ ഇതിങ്ങനെ ഇരിക്കാൻ കാര്യം എന്നാ? ഓക്കെ ഓക്കെ. ആ അതാണ് ഇത് ഒറിജിനൽ വെളിച്ചെണ്ണയാണ്. നമ്മൾ നോക്കുക, ഒറിജിനൽ വെളിച്ചെണ്ണയാ. AC-ക്കകത്തിരുന്ന് ഇതിനകത്ത് ഇത്ര AC-യിലിരുന്ന് തണുത്ത് പോയതുകൊണ്ട് അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പപ്പട പോളി കഴിക്കാൻ വയനാടിന്റെ പപ്പട പോളി ഇത് നല്ലത് നമുക്ക് പറ്റുള്ളൂ. എത്ര പൈസയാണ്? 10 രൂപയാണ്. അറിയാമെന്നാരും വിചാരിക്കരുത്. ഇപ്പോൾ 2 മതി. ഓക്കെ. അങ്ങനെ വയനാട് അല്ലേ സുൽത്താൻ ബത്തേരി എന്നുള്ള പപ്പട പോളി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? വിളിച്ചാ എനിക്ക് പെണ്ണുമ്പുള്ള മൈലാഞ്ചി ഒന്നും അടിച്ചു തരത്തില്ല. മൈലാഞ്ചി ഇട്ട് കൊടുക്കുവോ? എനിക്ക് ഇത് സമയമില്ലെന്ന് പറഞ്ഞു മൈലാഞ്ചി ഇടാൻ. ഞാനിട്ട് തീർച്ചയായും ഞാനിടും. ഇത് എന്താ വില? അത് 200 വീതം. നാട്ടിലെ ഹെന്നയല്ലേ ഇത്? രാജസ്ഥാനി ഹെന്നയാണ്. അതിനകത്ത് നല്ല കളർ കിട്ടുള്ളൂ. കളർ കിട്ടിയെങ്കിൽ മാത്രമാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കുള്ളൂ. അതാണ് ചിലത് പിടിക്കാത്തത്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണത്. അതുകൊണ്ടിട്ടാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. എത്ര ദിവസം നിൽക്കും? ഒരു 2 ആഴ്ച സാറിന് വെക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരു 2 ടീസ്പൂൺ എടുത്താൽ മതി. എന്നിട്ടൊന്ന് ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയണം, അത് കൂടുതലും ഉണ്ടാവും എന്തായാലും ഇടാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ അതിൻ്റെ വേരുകളല്ലേ, മുടിയുടെ വേരുകളല്ലേ വരുള്ളൂ. ആയിട്ട് അപ്പോൾ അവിടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഇടണ്ട. ഫസ്റ്റ് ടൈം മാത്രം അങ്ങനെ ഇട്ടാൽ മതി. കേരളത്തിൽ നിന്നുള്ള ശ്രദ്ധേയമായ ചില സ്റ്റാളുകൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി സ്റ്റാളുകളുണ്ട്. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിലൊരു സെലിബ്രിറ്റി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. റിമി ടോമിയുടെ ഗാനമേള അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പവലിയനാണ്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നിരവധി ക്യാമറകളും മറ്റ് പഴയ ചിത്രങ്ങളുടെ പോസ്റ്ററുകളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചു. നമ്മുടെ സ്വന്തം MDയുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനുവരി 31 ഈ മേള അവസാനിക്കുകയാണ്. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയാണ് ജനുവരി 31 അവസാനിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും വന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും മറക്കണ്ട. ഓക്കെ, മറ്റൊരു മനോഹര വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.